ഇപ്പൊ ഏകദേശം നല്ല ബ്ലോക്ക് ആയിട്ടോ. കാരണം ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളും പിന്നെ ദേ വണ്ടികളൊക്കെ വന്നു കിടപ്പുണ്ട്. പിന്നെ ദേ നമ്മുടെ JCB വന്ന് ഇവിടെ ഏകദേശം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ സമയം കൂടെ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറാവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് മാറിയിട്ട് അപ്പോൾ എല്ലാ ബൈക്കേഴ്സും വെക്കം പോകാൻ വേണ്ടി വണ്ടി മുമ്പോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും വെക്കം എടുക്കാം, അല്ലെങ്കിൽ മൊത്തം വണ്ടി ഒരു ബ്ലോക്ക് ആവും. ഇപ്പം എല്ലാവരും പോകാൻ വേണ്ടി നല്ല ധൃതിയിലാണ്. അപ്പോൾ അവരെ ഫുള്ള് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ അവിടെ വിടത്തുള്ളൂ. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വിടത്തുള്ളൂ. അപ്പോൾ ആദ്യം ആംബുലൻസ് അവിടെ ഫ്രണ്ടിൽ പോണത്. അപ്പൊ അപ്പൊ നമ്മുടെ JCB അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാട്ടോ. JCB അതുപോലെ തന്നെ അപ്പുറ സൈഡിലെ വണ്ടികളെല്ലാം ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ ഇത് നമ്മൾ സോനാമർഗിൽ നിന്ന് സോച്ചില പാസിലോട്ട് കയറിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ഏകദേശം നമ്മൾ 1-2 മണിക്കൂർ ഇവിടെ നിന്ന് നമ്മള്. അപ്പൊ ഈ വണ്ടികളൊക്കെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കും പതുക്കെ വണ്ടി എടുക്കാം. ഇവിടുന്ന് ഒരു സൈഡില് വണ്ടികൾ മാത്രം കടത്തി വിടുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ 2 സൈഡിലെ വണ്ടികളും കൂടെ പോകാനുള്ളൊരു സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അവര്. പിന്നെ ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് ഉണ്ട്. കാരണം നല്ല ചെറിയ ചെറിയ കല്ലുകളൊക്കെ മുകളിൽ നിന്ന് ഉരുണ്ടുരുണ്ട് വന്നുണ്ട്. അപ്പൊ ഒട്ടും സേഫ് അല്ല നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഒന്ന് വെക്കുന്നൊന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് വേഗം ഇതൊന്ന് കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഇത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. ബ്രേക്ക് ഓടിക്കുന്നത് ശരിക്കും നമ്മളെ സമ്മതിക്കട്ടെ. കാരണം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു ലോറി താഴെ പോയതാണ് നമ്മളിവിടെ ഇന്നപ്പോൾ നമ്മുടെ അടുത്ത ഒരാൾ പറഞ്ഞത്. അതൊക്കെ ഇവര് അത്ര എക്സ്പേർട്ടുള്ള ആൾക്കാർ മാത്രം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇതുപോലെ വണ്ടിയൊക്കെ ഓടിച്ച് പോണത്. അല്ലാത്തവർക്ക് നല്ല പണി കിട്ടും. ഇപ്പം നമ്മൾ തന്നെ ബൈക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടാണല്ലോ സ്ഥലങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൂടെ ഈ ലോറികളൊക്കെ ആയിട്ട് പോകുമ്പോൾ തന്നെ നല്ല ഹെവി റിസ്ക് തന്നെയാണ് അവരെടുക്കുന്നത്. അപ്പോൾ അത് ഇനി നമ്മളാട്ടോ പോകണം. ആ സൈഡിലെ വണ്ടികളൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു. ഇവിടെ നമ്മൾ പോവാണ്. അപ്പൊ ഇതാട്ടോ നമ്മുടെ ആ വീണ് കിടന്ന കല്ല് മാറ്റി JCB. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ കണ്ട ബ്ലോക്ക് കിട്ടാൻ കാരണമായ പാറ. കണ്ടിട്ട് ഇത് വലിയ പാറകളാണ്. എന്നിട്ട് ഇത് ഇവിടുന്ന് എടുത്ത് താഴത്തോട്ട് എടുത്തിടുവാട്ടോ ഇത്. അപ്പൊ നോക്കിപ്പോലും ചിലപ്പോൾ നമ്മൾ വീട് ഇതിൽ കയറിയിട്ട് നോക്കി എന്ത് വലുതാണോ. അപ്പൊ അങ്ങനെ നമ്മളാ ബ്ലോക്ക് കിട്ടിയ സ്ഥലം കഴിഞ്ഞു കിട്ടിട്ടോ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് മര്യാദക്ക് നേരെ അപ്പൊ നമുക്ക് പതുക്കെ തന്നെ പോകാം. കാരണം താഴെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. അതുപോലെ റോഡും അത്ര നല്ല റോഡൊന്നും അല്ല. നല്ല പൊടിയും ഉണ്ടോ അതിൽ കൂടെ. ആ മോശം റോഡിൽ നിന്ന് മാറി ഇപ്പൊ അത്യാവശ്യം നല്ല റോഡിലോട്ട് ഇപ്പൊ കയറിയായിരുന്നു. അപ്പൊ അതേ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് റൈഡേഴ്സ് ആണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത്. അപ്പൊ എല്ലാവരും നമ്മളെ പോലെ തന്നെ വെയിറ്റ് ചെയ്ത് ആ നമ്മൾ കാണാൻ പോണ സ്ഥലം കാണാൻ വേണ്ടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുന്ന മൊത്തം നമ്മുടെ മഞ്ഞുമലകളാട്ടോ. വെള്ളം നിറത്തി കാണുന്ന മൊത്തം എന്ത് രസാ. അവിടുന്ന് തന്നെ ഒരു പുഴ ഒഴുകി വരുന്നുണ്ട്. പിന്നെ ഫുള്ള് നമ്മുടെ ചുറ്റും നമ്മുടെ 2 സൈഡിലും കാണുന്നത് നല്ല ഫുള്ള് പാറയായിട്ടുള്ള മലകളാട്ടോ. എന്തായാലും ഇവിടുന്ന് കയറി കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമാവുന്ന നോക്കണം. വഴിയിൽ മൊത്തം ഫുള്ള് ചരലും മണ്ണുകളൊക്കെ തന്നെയാട്ടോ.
വണ്ടി ഓടിക്കാൻ നല്ല പാടാണ്, നല്ല കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും റോഡും കൂടെ നല്ലതാണെങ്കിൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ വണ്ടി ഓടിക്കായിരുന്നു. നമ്മുടെ കൂടെയുള്ള അഡ്വഞ്ചർ 390 ഒക്കെ പോണതൊക്കെ അവർക്ക് നല്ല സുഖം. കാരണം അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണല്ലോ. നമ്മളിത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല വഴി കൂടെയാണ് ഇപ്പൊ പോണതാ. നേരത്തെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നല്ല സുഖമുണ്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ. എന്നാലും ചെറിയൊരു കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതേ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, നല്ല ഫുള്ള് നീല ആകാശം. ഒരു സൈക്കിളിലൊരു ചേട്ടൻ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിതേ എല്ലാരും കൂടെ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ടോ. എന്റെ മേളിൽ കാണുന്ന മഞ്ഞുമല കേട്ടോ. അപ്പൊ നമ്മൾ ഈ സോജില്ല പാസ് എന്ന് പറഞ്ഞേക്കണ ഈ ബോർഡിന്റെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുക കേട്ടോ.